ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിപ്പം വ്ളോഗ് ചെയ്യുന്നത് ഒരു 6-7 മാസം കഴിഞ്ഞിട്ടായിരിക്കണം. യെസ് എന്നാണ്, അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വ്ളോഗ് ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല ഗൈസ്, മടിയായിരുന്നു. കോളേജൊക്കെ തുറന്ന് മൊത്തത്തിൽ വൈബൊക്കെ നഷ്ടപ്പെട്ടു. വൈബ് നഷ്ടപ്പെട്ടപ്പോൾ മടിയായപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ട് ബാക്ക് ടു വ്ളോഗിങ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അവളെ പറ്റി പറയുവാണെങ്കിൽ ഞാനും അവളും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th വരെ ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഓൾമോസ്റ്റ് 12 വർഷത്തെ, ഈ വർഷം കൂടി കൂടുമ്പോൾ 13 വർഷത്തെ ബന്ധമുണ്ട് നമ്മൾ തമ്മിൽ. അപ്പം അവൾ പൂനെയിലായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് അവൾ 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാനിപ്പം അവളുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. മിക്കവാറും അവൾ പോത്ത് പോലെ കിടന്നുറങ്ങുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അവിടെ പോയി അവളെ വിളിച്ചു നോക്കാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ഊബർ വന്നിട്ടുണ്ടോ? എന്തായാലും നമുക്ക് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ എന്നെ മുടിയൊക്കെ അയച്ചിട്ടതോ അങ്ങോട്ടാണ് അവളുടെ വീട് വരുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുവാണ്. ഞാൻ നേരത്തെ അവളെ വിളിച്ചു. നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ ഒരു തവണ കണ്ടു. അപ്പോൾ എന്തായാലും സർപ്രൈസ് ഒന്നും ആവത്തില്ല. കാരണം ലാസ്റ്റ് വീക്ക് നമുക്ക് ഓൾറെഡി കണ്ടതാണ്. ലാസ്റ്റ് വീക്ക് അല്ല, സോറി 2-3 days ബിഫോർ നമ്മൾ കണ്ടതാണ്. അവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം. വണ്ടിയൊക്കെ വരുന്നു. ഹലോ ഗൈസ്. ഗൈസ് അപ്പോൾ ഞാൻ മറ്റന്നാൾ പൂനെ പോകും. ഈ പ്രാന്തി വിളിച്ചോണ്ട് നാട്ടിൽ വന്നതാണ്. അത് ഞാൻ പറഞ്ഞു ഓൾറെഡി ഇവരുടെ. ഞാൻ രാവിലെ ഷൂട്ട് ചെയ്ത എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അറിയുന്നത് പോലെ ഇപ്പോഴാണ് അറിഞ്ഞ യൂട്യൂബ് ഉണ്ടെന്ന്. ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ. 13 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ്. ഈ ചെറ്റ ഇതുവരെ പറഞ്ഞു 13 14 14 ഞാൻ നഴ്സറിയിലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ റീൽ ഷൂട്ട് ചെയ്തു. ഇനി റീൽ എഡിറ്റിംഗ് എന്റെ പരിപാടി. അതെ റീൽ യൂട്യൂബ് മാത്രമേ എഡിറ്റ് നമുക്ക് ലോങ് വീഡിയോസ്. സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ഉള്ള കാര്യം ആർക്കും അറിയത്തില്ല. ഇവക്കും അറിയാം, എനിക്കും അറിയാം. ഇവള് തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ തുടങ്ങിയിട്ട് 7-8 മാസം. എല്ലാ വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൽ അറിയാം. പക്ഷെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവളും കേട്ടോ, വെറുതെ ഒരു പട്ടി ഷോ, എല്ലാവരും ഷോ. അയ്യോ, ഞാനും ഉടനെ തന്നെ യൂട്യൂബ് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഞാനൊക്കെ ആദ്യമൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്തെ ഞാൻ ഫുള്ള് ഇരുന്നിട്ട് എന്തോന്നും ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി കാണിക്കുമായിരുന്നു. ഇപ്പൊ എന്നെ തനി കോണം. നമ്മളെ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ലാംഗ്വേജ് പറയുകയാണെങ്കിൽ നമ്മുടെ തനി കോണം അല്ലേ, തനി കോണം പുറത്ത് വന്ന് അത് തന്നെ. അപ്പോൾ ഇവള് അത് തന്നെ കണ്ടില്ലേ, ഫേക്ക് ആണല്ലോ. ഞാൻ ഇടുന്ന സാധനങ്ങൾ മാത്രമേ ഫേക്കുള്ളൂ. എന്റെ വായിന്ന് വേണ്ടൊക്കെ പച്ചയാണോ? ഓക്കെ. അപ്പം ഇവള് ഇപ്പൊ പൂനെയിലൊക്കെ പോയിട്ട് ഫുള്ള് എന്താണ് ജയിൽ ഫുഡ്, പിന്നെ ഹിന്ദിക്കാരിയായെന്നാണ് സ്വയം പുകഴ്ത്തി പറയുന്നത്. രാഷ്ട്രഭാഷ ഹിന്ദി. നീ മുഖ്യമന്ത്രിക്ക് എന്തിനു പറഞ്ഞ പ്രൈം മിനിസ്റ്റർ. എനിക്ക് ഇംഗ്ലീഷും മലയാളവും വരില്ല. അതെ തീരെ വരില്ല. പിന്നെ ഇവിടെ വന്ന് നിക്കണതിന്റെ ഉദ്ദേശം മനസ്സിലായ ഗൈസ്. കണ്ടല്ലോ, ചുമ്മാ ഇവിടെ ഓരോന്ന് പറയണ എന്റെ മാനം കളയാനായിട്ട്. അതെ. അപ്പൊ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ ഈ പെണ്ണ് വലിഞ്ഞേറി എന്റെ വീട്ടിൽ വന്നു. 2 റീൽ എടുക്കാനും ഫുഡ് അടിക്കാനും. അതെ. ഓ, കോളേജിലൊക്കെ പോയി ബോറടിച്ച് ഗൈസ്. ഒരു മൃഗശാലയുടെ അകത്ത് കിടപ്പായ ജീവിതം. സത്യം. അതുകൊണ്ട് നമ്മൾ എൻജോയിങ് ദ ഹോൾ ടൈം. ഇനി ക്രിസ്മസ് ആണ് 2-3 ദിവസം കഴിഞ്ഞിട്ട്. പക്ഷെ അപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും പിന്നെയും പിരിയും. അതെ, ഇനി ജനുവരിയിൽ ഒന്നിച്ചു വരും. യെസ്. അപ്പൊ ഞാനൊരു ബൊംബ്ലാസ്റ്റിക് വ്ളോഗായിട്ട് ഭയം ആ സമയത്ത് കൈ വേനായിരുന്നു. യെസ്, നമ്മൾ ഇന്ന് പറയാണ്ട് ഇട്ടോണ്ട് വന്ന ഡ്രസ്സാണ്. പക്ഷെ രണ്ടുപേരും കുറച്ച് ഇളകി നിൽക്കുവാണെങ്കിൽ എന്റെ മഞ്ജുവിന്റെ ഞാൻ വല്ലതും പറഞ്ഞു. എന്റെ അമ്മയ്ക്കടി അതെന്ത് വിളിക്കാലോ. അതെ എന്നെ യൂട്യൂബർ ബാൻ ചെയ്തിരുന്നു. കൂട്ടുകാരിയുടെ വ്ളോഗിൽ.
ആകെപ്പാടെ 121 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇല്ല 122. ഞാൻ അവസാനത്തെ സബ്സ്ക്രൈബ് ആക്ഷേപിച്ച് വിടുകയാണ്. നമുക്കൊന്ന് വീഡിയോ കോൾ ചെയ്താലോ? കൊണ്ടുവരാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ വേറൊരു ഫ്രണ്ട് അവനെ വിളിച്ചിട്ട് വ്ളോഗ് ഇട്. അവൻ എടുക്കുമോ നോക്കട്ടെ ഗൈസ്. അപ്പൊ ഞാനും സൺകിസ്റ്റായി. സൺകിസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ണടിച്ചു പോണു, അത്രേ ഉള്ളൂ. അതായത് വകയല്ല സൺകിസ്റ്റ് മൂക്കുത്തിയൊക്കെ എടുത്ത് മാറ്റില്ലെങ്കിൽ അവനെ പാണ്ടി വിളിക്കും. കോളിംഗ് ആണ്. അവൻ അല്ലാണ്ട് വിളിച്ചിട്ട് ഞാനപ്പം അവരെ വിളിച്ചിട്ട് ഞാൻ അടുത്തെടുക്കാം. വിളിച്ചോണ്ടിരിക്കുവാണ്. എനിക്ക് അറിഞ്ഞൂടാ ഫോൺ എടുക്കോ ഇല്ലേ, നമുക്ക് നോക്കാം. തെങ്കാശി പട്ടണത്തിൽ മുഴുകി ഇരിക്കണം. നല്ല ചാണകത്തിന് വേണം. ഗൈസ് വ്ളോഗിൽ കണ്ടോ? ഇതാരും നോക്ക് ഗൈസ്, നമ്മുടെ ബമ്പി വന്നു വ്ളോഗിൽ. യെസ് ഭാവി കാർത്തിക് സൂര്യ ആണെന്നാണ് ഗൈസ് വിചാരം. ഷസാമിലെ കാർത്തിക് സൂര്യ പിന്നെ ഷസാമിന്റെ അഡിക്റ്റ് ആണ് ഗൈസ്. അയ്യോ, ഇതൊക്കെ നിങ്ങൾ കേക്കണം ഗൈസ്. അതെ ഗൈസ്, ഇവന് ഐഫോണിനെ കണ്ണെടുത്താ കണ്ടുകൂടാ. സാംസങ്ങിനെയാണ് ഇഷ്ടം ഗൈസ്. അതെ, ഞങ്ങളൊക്കെ സാംസങ്ങിന്റെ ആൾക്കാർ. ഞാൻ മാത്രമാണ് ഐഫോൺ ഗൈസ്. വെക്കട്ടാ, വീഡിയോ കഴിഞ്ഞ് ബൈ ബൈ. ഗോമൂത്രത്തിന്റെ നാറ്റം. അത് പിന്നെ പശുവിന് മൂത്രം ഒഴിക്കണ്ടേ? യെസ്, പശുവുണ്ട് ഗൈസ്. ഗൈസ് ഞാൻ പശുവിനെ കാണിച്ചുതരാം, വെയിറ്റ്. പശു പാട്ട് കേട്ടോണ്ടിരിക്കാൻ നോക്ക്. പശു ഹായ് ചല്ലാം. പശു ഉപ്പ കേക്കും. പശു ഇവിടെ വേറൊരു പശു. ക്യാമറ പിടിച്ചിരിക്കുന്ന മറ്റൊരാട്. അപ്പോൾ എന്റെ ഹോസ്റ്റലിലെ പെമ്പിള്ളേർ വിളിച്ചു. പുറത്തുനിന്ന് ഏതോ ഒരുത്തി അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു, എന്നെ കുറിച്ച് പരദൂഷണം പറയുന്നു. ചെന്നിരുന്നാൽ തല്ല്, അടി, ഇടി. നമ്മളെ തിരുവനന്തപുരമാണ്. വട്ടി ഷോയാണ്, വേറെ ഒന്നും. അത് തന്നെ. ഇതാണിപ്പോ തനി കൂടെ വൈദ്യ വരും. ഇനിയിപ്പൊ അങ്ങോട്ട് ഇനി എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. എന്തൊക്കെ ചെയ്യുന്ന ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ വീഡിയോ എടുക്കുന്ന തലവത്തനെയാണോ എനിക്ക് അറിഞ്ഞൂടാ. ഇതെല്ലാം വൈകുന്നേരം വരുമോ? വരും. നെറ്റ് അപ്പുറത്തെ വീട്ടിൽ നമുക്ക് ഇസ്കിറ്റ്. പക്ഷെ ഇസ്കണ്ടേ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്ലോഡ് നെറ്റ് ഒന്നും വേണ്ട, അപ്ലോഡ് മാത്രം നെറ്റ് മതി. അതിന് വേണ്ടേ, വൈഫൈ അമ്മ റീചാർജ് ചെയ്തില്ല. അവിടെയും എച്ചിത്തനമാണ്. സ്വന്തം അമ്മയെ കുറിച്ച് പറയുന്നത് കണ്ടില്ലേ? ഞാൻ ലൈഫിൽ പല തവണയും അമ്മ എന്ന് പറയാറില്ല, തള്ള എന്ന് പറയാറുള്ളൂ. അതെ, അമ്മയെന്ന് വിളിക്കുന്നേക്കാളും പൊന്നെ തള്ളയെന്ന് വിളിക്കുന്നൊരു എന്റെ പൊന്നെ തള്ള അങ്ങനെ വിളിക്കുമ്പോൾ കിട്ടുന്ന മനസ്സുറപ്പ് തിരുവനന്തപുരംകാർക്ക് ഇതുറപ്പ്. നാളെയും മറ്റന്നാളും എന്റെ യൂട്യൂബ് അക്കൗണ്ട് ബാൻഡ്. അതെ, യൂട്യൂബ് തുടങ്ങിയ ഫോൺ തിരുവനന്തപുരംകാർക്ക് മൊത്തത്തിൽ ബാൻ ചെയ്യും. എല്ലാരും യൂട്യൂബ് പറയാ, കൂട്ടുകാരിയുടെ അടുത്ത് കളഞ്ഞിട്ട് നീ വീഡിയോ ചെയ്താൽ മതി. ഓ, അവിടെ ആടും ഉണ്ടാടി. അത് ആടാ പശുവാ? ആട് ദോ പോണ്. പശു മൂഞ്ചി കണ്ടിട്ടുണ്ട്. ഇതായിരിക്കണം മൂക്കൂത്തിട്ടപ്പോ അസൽ. ക്യാമറ തിരിച്ചു വിടുന്ന ഇപ്പൊ കാണാം കണ്ടാ, അതാണ് ആട്. അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെ എടുക്കുമെന്ന് അറിഞ്ഞൂടാ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അവളൊരു ചെറിയ വീഡിയോ. കാരണം രാവിലെ ഒന്നും എനിക്ക് അധികം വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. ഇവളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, വ്ളോഗ് ചെയ്യുന്ന ഒന്നും പറഞ്ഞില്ല. എന്നാ യൂട്യൂബ് ഉണ്ടെന്ന് പോലും എന്നെ അറിയിക്കണ്ടേ? അത് അറിഞ്ഞില്ല. ബാനായി കാണും. ബാനല്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ പോലും വരൂല. അയ്യോ, അപ്പം അങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. അപ്പം ബാക്കി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. ഓക്കെ, റീൽ എടുക്കാം. ഞാൻ റീല് പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഫോൺ തിളക്കാതിരുന്നാൽ ആഡ് ചെയ്യാം. ഓക്കെ, ഐഫോൺ 16 ആണ് കയ്യിരിക്കണം. തിളക്കി വന്നു 16 Pro. ഇങ്ങനെ കാണിക്കും. ബൈ. ബാക്കി എടുക്കാം. ഓക്കെ, കണ്ടോ എന്റെ പുതിയ റിയൽ. അത് കാണിക്കണം. റീൽസ് എഡിറ്റ് ചെയ്യുകയാണ്.
എന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ്? വളരെ മോശമാണ്. എന്റെ കട്ടിൽ എന്റെ റൂം, ഇവിടെ ഞാനാണ് ബസ്. മര്യാദയ്ക്ക് താഴെ അടിച്ചോടടി. നിന്റെ ഫോളോവേഴ്സിൽ ആകെ 200-നകത്തേ ഉള്ളൂ. എനിക്ക് 1000 പേരുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രൈവറ്റിലല്ല ഫേക്കാണ് ഗായ്സ്. കുത്തണ എന്റെ പട്ടി കുത്തി, ചാച്ചു കുത്തി എന്റെ പാട്ട് എനിക്കിപ്പോഴും അറിയാം. മലന്നടിച്ച് കിടക്കാൻ അവിടെ ഇരിയടി. നമുക്ക് റീൽ എഡിറ്റ് ചെയ്യാം ഗൈസ്. കണ്ടു എന്റെ ചാറ്റ് എലിജിബിൾ ആണോ അല്ലേ നല്ലത്. പക്ഷെ പഠിക്കണം. അറ്റൻഡൻസ് എത്ര ഉണ്ട്? 68. എത്ര വേണം? 90. മറ്റേ എക്സാം. മറ്റന്നാ ഞാൻ ഫ്ലൈറ്റ് കയറി ചേർന്നു. എത്തി ഉടനെ ഞാൻ പരീക്ഷ എഴുതാം. പക്ഷെ എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഹോൾ ടിക്കറ്റ് കിട്ടിയില്ല. കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് കാണിക്കും? റീൽ എടുക്കും. ഇതുപോലെ എടുക്കും കേസ്. നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് സ്ഥലം വരും. ഹോൾ ടിക്കറ്റില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ റീൽ എടുത്തിരിക്കും. കോളേജിലും പോകരുത്, ഒരിടത്തും പോകരുത്. എഡിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. വരൂലതൊന്നും, എന്നാലും എഡിറ്റ് ഭ്രാന്ത്. ഒരു തരം ബട്ടർ. അതെ, ഇവൾക്ക് ഇളകിയാണ് നിൽക്കുന്നത്. അമ്മായിക്ക് ഇപ്പൊ ഗൈസ് ഞാൻ എന്താ വീട്ടിലെത്തി. അപ്പോൾ കുറേ എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റായിട്ട് അവളെ കണ്ടത് ദേവികനെ, അവളുടെ പേര് ദേവിക എന്നാണ് കേട്ടോ. ഞാൻ അത് മാത്രം പറഞ്ഞില്ല. അവളിപ്പോൾ പൂനെയിലാണ് പഠിക്കുന്നത്, ഏവിയേഷനാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പം അവൾ കഴിഞ്ഞ ദീപാവലിക്കാണ് ഞാൻ അവളെ ലാസ്റ്റായിട്ട് കണ്ടത്. എന്നിട്ട് ഇതാ ഇപ്പോഴാണ് വരുന്നത്. ഇത്തവണ അവൾ വരുന്നത് പോലും ഞാൻ അവളെ വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പം ആ ഒരു വ്ളോഗിൽ നിങ്ങളിപ്പം ത്രൂ ഔട്ട് കണ്ടവർക്കറിയാം ഞാൻ എത്രമാത്രം ഹാപ്പി ആയിരുന്നു, അവൾ എത്രമാത്രം ഹാപ്പി ആയിരുന്നു എന്ന് കണ്ടവർക്കറിയാം. ഇപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് എന്താ പറയുക, കൂടെ ചേർത്ത് നിർത്താൻ പറ്റിയ ആകെ 1, 2, 3 ആൾക്കാർ മാത്രമേ എൻ്റെ ലൈഫിലുള്ളൂ. എന്തായാലും 3 ആൾക്കാർ കൂടുതലൊന്നുമില്ല. കാരണം എനിക്ക് ചില സമയത്ത് വേറെ ആർക്കും മനസ്സിലാവാത്ത എനിക്ക് വരുന്ന എന്താ പറയുക കുറേ വിഷമങ്ങളും കുറേ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇവരൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവരെ ഞാൻ എപ്പോഴും ക്ലോസ് ആയിട്ട് കൊണ്ട് നടത്തും. അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സോ ഒരുപാട് ആൾക്കാരുമായിട്ട് അറ്റാച്ച്മെൻറ്റോ അങ്ങനെ ഒന്നുമില്ല. ആകെ 1, 2 ആൾക്കാർ, അത്രയൊക്കെ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വ്ളോഗിൽ അത്രയും ഹാപ്പി ആയിട്ടിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ നേരത്തെ വ്ളോഗ്സൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്ര എന്താ പറയുക, ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഇത്രയും എനിക്ക് ഇത്ര എക്സ്ട്രീമായിട്ട് ഞാൻ ഹാപ്പി ആവുന്നൊരു വേർഷൻ മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ല. അപ്പം എനിക്കെന്തോ എന്താ പറയുക, ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ വ്ളോഗ് ഇട്ടത്. അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, വേണ്ട ഞാൻ ഇത്തിരി സെൻറ്റി ആയിട്ടല്ലേ പറയണം. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. സപ്പോർട്ട് ചെയ്യണേ മക്കളെ, നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവഴേക്കും ബൈ 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 ഫ്രം ശിവഗായത്രി.